ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈന്തപ്പഴവും ക്യാരറ്റും വെച്ച് ഉണ്ടാക്കിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഈ വെള്ളം കൂടി ചേർത്തിട്ടുള്ള ഈ പഞ്ചസാര നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ആദ്യം നമുക്കൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് പതയായിട്ട് പൊന്തി വരുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റി കൊടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൈ ഇടാണ്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആദ്യം നമ്മൾ ഈ വെള്ളം ചേർക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അതേ അളവിലേക്ക് നമുക്കിത് വറ്റിച്ചെടുക്കണം. ഇങ്ങനെ കാരമലൈസ് ചെയ്ത് ചേർക്കുന്നത് നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 10 ഡേറ്റ്സും 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ്. ഇത് ആദ്യം ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സിറപ്പ് ഒന്ന് അബ്സോർബ് ചെയ്യുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വേവിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ബേക്ക് ചെയ്യുന്നതാണല്ലോ. ഇത് നന്നായിട്ട് ഒന്ന് മിക്സായി വരുന്നുണ്ട്. ഈ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് റൂം ടെമ്പറേച്ചറിലായിട്ട് കിട്ടണം. ബേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ ഐറ്റംസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം, നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് തണുത്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്ത് വെക്കാം. അതിലേക്ക് ആവശ്യമുള്ളതൊക്കെ റെഡിയാക്കി വെക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 3 ഗ്രാമ്പുവും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട ഉടച്ചൊഴിച്ചതും അതിലേക്ക് 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്തിട്ടുണ്ട്. മുട്ടയുടെ പച്ച മണം മാറാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ സ്പോഞ്ച് കേക്ക് പോലെ അത്രയും നമ്മൾ പഫി ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരുപാട് അങ്ങ് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിച്ച പഞ്ചസാര മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നല്ലതുപോലെ കട്ട പിടിച്ച പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇളകി ഇതായിട്ട് യോജിപ്പിച്ച് വരണം. കൈക്ക് നല്ല കടച്ചിലൊക്കെ ഉണ്ടാകും, എന്നാലും അതൊന്നും നോക്കണ്ട, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ചുക്കുപൊടി എടുത്തിട്ടുണ്ട്. ചുക്കുപൊടിയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അതേപോലെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂണാണ്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്ത് ഈ മിക്സിലേക്ക് ഒഴിക്കാം. അരിപ്പേൻ്റെ ഏറ്റവും ചെറിയ ഹോളുള്ളത് എടുക്കണേ. വേറെ കൂട്ടം അരിപ്പയുണ്ടെങ്കിൽ അതെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു അരിപ്പ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇത് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തണുത്ത് വന്നിട്ടുള്ള ഡേറ്റ്സിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് ചേർത്ത് കൊടുത്തിട്ടും കൂടി നന്നായിട്ടൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതെല്ലാം കൂടി. ഇത് കുറച്ച് കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി. ഇപ്പോൾ നമ്മുടെ ഇത് ടെക്സ്ചറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കണം. ഞാൻ കാഷ്യൂ നട്ട്സും ബദാമും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മൈദമാവ് കൂടി ചേർത്ത് ഇളക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്തിടുമ്പോൾ നമ്മുടെ ഈ ഡ്രൈ നട്ട്സ് ഒന്നും അടിയിലേക്ക് പോയി കിടക്കില്ല. ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ്. അതിലേക്ക് നമ്മുടെ മിക്സ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നല്ല പണികൾ നമുക്ക് വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ഈ ഈന്തപ്പഴവും ക്യാരറ്റും നമ്മുടെ വീട്ടിലുണ്ടായാൽ മതി. ബാക്കി ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിന് വേണ്ടി നമ്മൾ വലിയ എക്സ്പേർട്ട് ഹോം ബേക്കർ ആകണമെന്നൊന്നും നിർബന്ധമില്ല. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അലുമിനിയം പാത്രമാണ്. അതിൽ റിങ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേയും കൂടെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മളൊരു 40-45 മിനിറ്റോളം വേവിച്ചെടുത്താണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് നോക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തണുത്തതിന് ശേഷം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുപോലെയുള്ള റെസിപ്പീസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിലൂടെ നിർദ്ദേശങ്ങൾ അറിയിക്കാനും ഒന്നും മറക്കല്ലേ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.